ഹായ് നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ത്രില്ലർ ബുക്കായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വയലറ്റ് പൂക്കളുടെ മരണം, ശ്രീ പാർവതിയുടെ. മാതൃഭൂമിയാണ് പബ്ലിക്കേഷൻ. 270 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. സാധാരണ രീതിയിൽ ഇപ്പോൾ പോയട്രി കില്ലർ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് പോകുന്നത്. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കോസി മർഡർ മിസ്റ്ററി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതാണ്. കാരണം ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഇവിടെ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് 25 വയസ്സാണ്, വീൽ ചെയറിലാണ് ആളുള്ളത്. ആളുടെ പേര് അലീനയാണ്. ആളാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ വേറിട്ടൊരു സ്വഭാവത്തിലുള്ള ഒരു പുസ്തകം തന്നെയാണ് വയലറ്റ് പൂക്കളുടെ മരണം. അപ്പോൾ കഥയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലാസ് മാത്രമുള്ള ഒരു ഏരിയ. അപ്പോൾ അവിടെ ഒരു വില്ലയിലാണ് നമ്മുടെ അലീന നിൽക്കുന്നത്. അലീന ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് എന്നും ഉയരത്തിലുള്ള കാഴ്ചകളാണ്. അലീനയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൊഫസർ, ഇംഗ്ലീഷ് പ്രൊഫസർ ആയിട്ടുള്ള ആൾ താമസിക്കുന്നത്. തൊട്ടപ്പുറത്ത്, അതിനും അപ്പുറത്ത് ഒരു സിനിമാ നടൻ താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫസറിൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മദ്യമൊക്കെ ആയിട്ട് ആ ബാൽക്കണിയിൽ വന്ന് കുറേ കവിതകളും കഥകളും ഒക്കെ പാടിയും ശബ്ദം കൂട്ടിയിട്ടാണ് പറയുന്നതൊക്കെ. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അലോസരപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും അലീനയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. കാരണം പുസ്തകത്തിനെ സ്നേഹിക്കുന്ന അലീനയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ കുറച്ചധികം കോൺവെർസേഷൻസ് ബിൽഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയ്ക്കൊരു പ്രത്യേക സ്നേഹം ആ പ്രൊഫസറിനോടും ഉണ്ട്. അപ്പോൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും നോക്കും അല്ലേ. അപ്പോൾ ബാൽക്കണിയിൽ വരേണ്ട സമയമായിട്ടും പ്രൊഫസറിനെ കാണാതായപ്പം അലീന കുറച്ചു നേരം നോക്കിയിരുന്നു. പക്ഷേ പ്രൊഫസറിനെ അവിടെ കണ്ടുമില്ല. എന്നിട്ട് ആൾ ഉറങ്ങാൻ പോയി. ഉറക്കത്തിൽ എവിടെയോ വെച്ച് ആൾ എണീറ്റ് നോക്കിയപ്പം ഒരു നിഴലനക്കം അവിടെ കണ്ടു. ശേഷം കുറച്ചധികം കാര്യങ്ങൾ അവളുടെ മനസ്സിൽ വന്നു പെട്ടു. കാരണം വായിക്കുന്ന ഒരാളാവുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ. അപ്പോൾ നിഴലനക്കം കാണുകയും ചെയ്തു. അതുപോലെ തന്നെ ആളുടെ ടേബിൾ ലാമ്പിൽ നിന്നും ഓൺ ഓഫ് ആയിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ആളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കൂടുതൽ ആലോചിച്ചെങ്കിലും ഉറക്കത്തിലേക്ക് വീണു. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അമ്മ പറയുന്നത് പ്രൊഫസറിൻ്റെ ആത്മഹത്യ എന്നുള്ള കഥയോടുകൂടിയാണ്. അപ്പോൾ അവൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരിക്കലും ഒരു ആത്മഹത്യ അല്ല എന്ന് തന്നെ അവൾ വിശ്വസിക്കുന്നു. കാരണം തലേ ദിവസത്തെ കുറേ അനുഭവങ്ങൾ. അങ്ങനെ അവൾ പ്രൊഫസറുടെ കൊലപാതകം അന്വേഷിക്കുന്ന രീതിയിലേക്ക് അവൾ പോവുകയാണ്. കാരണം അവൾക്ക് തിരിച്ചു മറിച്ചൊന്നും നോക്കാനൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവളുടെ ജീവിതം പോകുന്നത്. പക്ഷെ അവൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അവൾ കുറേ ജോലി ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അച്ഛൻ അത്യാവശ്യം നല്ലൊരു സമ്പന്നനായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാരാബ്ധമില്ല ആൾക്ക്. അപ്പോൾ ആൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോവുകയാണ്. കൂടുതൽ പ്രൊഫസറുമായിട്ട് അടുപ്പത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നു, അവരെ കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൂടുതൽ കഥ പുരോഗമിക്കുകയാണ്. അതും നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. ഇതിനകത്തൊരു ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് അതിൻ്റെ അകത്തൊക്കെ കാര്യം, നറേഷനും ഒക്കെ ആളുടെ കഥയൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ത്രില്ലേഴ്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ബുക്ക്